നല്ല രുചികരമായ കടലപ്രഥമൻ റെഡിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിലേ വരുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നത് നല്ലത് കണ്ടു നോക്കി. ഇന്ന് നമുക്കൊരു കടലപ്പായസം ഉണ്ടാക്കാം കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഓണത്തിനൊന്നും ഇവിടെ ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടാകും. കുറച്ച് പിന്നെ ഒരു ഈ ഗ്ലാസ്സിന് ഉണ്ടോ, ഈ ഗ്ലാസ്സിനൊരു 3/4 ഗ്ലാസ് കടല ഇരിപ്പുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു. നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇതാദ്യം തന്നെ നന്നായിട്ട് കഴുകിയെടുത്ത ഈ കടലപ്പരിപ്പുണ്ടല്ലോ നമുക്കൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ വെള്ളം മുഴുവനും പോകണം. അപ്പോൾ ആ രീതിയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാൻ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചതിൻ്റെ വെള്ളം ഒന്ന് പോട്ടെ. വെള്ളം പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. വെള്ളം പോയി കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊരു കുക്കറിനകത്തിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ടേ കുക്കർ അടപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. കുക്കറിൽ വെള്ളം നന്നായിട്ട് വറ്റി കഴിയുമ്പോഴത്തേക്കും കുറച്ച് നെയ്യ് ഒഴിച്ച് കടലപ്പരിപ്പും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? ഒരു മരത്തള്ളി എടുക്കുക. കുക്കറിലെ വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. മറന്നു പോകരുത് പ്ലീസ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് നെയ്യ്, ഒരു 1-2 ഏകദേശം 1 സ്പൂണോളം വരുള്ളൂ നെയ്യ്, അതിടുക. ഈ വെള്ളം പോയിട്ടുള്ള ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഒരു ഭയങ്കര ചുമന്ന കളറിലൊന്നും ആവണ്ട, എങ്കിലും ഒരുവിധം കളർ വരണം. അതൊക്കെ രാവിലെ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് മുമ്പോട്ട് കയറിപ്പോയി നമ്മൾ കുറച്ച് പുറകോട്ട് ഇറങ്ങിയിട്ട് അത് തന്നെ നന്നായിട്ടൊന്ന് വറുത്ത് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ പാകം ഞാൻ കാണിക്കാം കേട്ടോ, ഇതെങ്ങനെയാണെന്നുള്ളത്. ആയിട്ടില്ല ഇത്. ഞാൻ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ഉള്ളൊന്ന് കാണിക്കണമല്ലോ. ഇതിനൊരു സ്മെല്ല് വരും, നല്ല സ്മെല്ല് വരും വറുത്ത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും. ആ സ്മെല്ല് തന്നെ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ആവട്ടെ. ഇതാ കടലപ്പരിപ്പ് നന്നായിട്ട് വറുത്തിട്ടുണ്ട്. കരിഞ്ഞു പോരും കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം. ഇങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനകത്ത്. അത് ഞാൻ 3/4 കപ്പല്ലേ പരിപ്പെടുത്തിരിക്കുന്നത്. പരിപ്പ് വെച്ചാൽ കറി വെക്കുന്ന പരിപ്പല്ല കേട്ടോ, കടലപ്പരിപ്പ്. അപ്പോൾ അതിനകത്തേക്ക് 3/4 കപ്പ് ആകുമ്പോഴത്തേക്കും 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുക. ഞാൻ അളന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കുക്കറിനകത്തിട്ട് ഒരു 5 കടലപ്പരിപ്പല്ലേ, നല്ല വേവുണ്ടാവും. 5-6 വിസിൽ വരെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോഴേക്കും പിന്നെ ഇതിന് വേണ്ട കുറച്ച് പരിപാടികളുണ്ട്. അണ്ടിപ്പരിപ്പ് വറുക്കുക, തേങ്ങാക്കൊത്ത് വറുക്കുക, പിന്നെ ശർക്കരയൊക്കെ ഞാൻ ഉരുക്കി വെക്കുന്നതാണ് എപ്പോഴും. ഇതിൻ്റെ സ്റ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം കണ്ടോ. ആവി പോയി. അപ്പോൾ നമുക്കിനി തുറക്കാം. തുറന്നിട്ട് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണുള്ളത്. ഇതാ കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി ശരിയാക്കാം കേട്ടോ. ഞാൻ പരിപ്പ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടേ ഒരു ഉരുളിക്കകത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം.
ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായ ശർക്കര നീര് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഒഴിക്കുന്നുള്ളൂ. ഞാൻ ശർക്കരയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ അപ്പോഴോ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴോ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉരുക്കി അരിച്ചെടുത്ത് വെക്കും, കല്ലെല്ലാം കളഞ്ഞിട്ട്. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ നമുക്ക് എളുപ്പമുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം തോന്നുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇതിപ്പോൾ നല്ല കറുത്ത ശർക്കര ആയതുകൊണ്ട് കളറുണ്ട് ഇതിന്. പിന്നെ ചവ്വരി വേവിച്ച് ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഞാൻ ചേർക്കുന്നില്ല, എനിക്കതിൻ്റെ കൊഴുപ്പ് വലിയ താല്പര്യമല്ല. ഇതിപ്പോൾ ശർക്കര നീരിനകത്ത് കിടന്നൊന്ന് ശരിയാവട്ടെ, എന്നിട്ട് നമുക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ആവും. ആ കടല വേവണതും തേങ്ങാപ്പാൽ അരക്കണതിൻ്റെയൊക്കെ താമസങ്ങളും ഉള്ളൂ. ശർക്കര ഒഴിച്ചിട്ട് നോക്കാം ശർക്കരയുടെ മധുരം എങ്ങനെയാണെന്നുള്ളത്. ഇടയ്ക്കിട്ട് കൊടുത്താലൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ചുകൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അത്രയും മതി. ശർക്കര ഇതിനകത്ത് നന്നായിട്ട് ഒന്ന് വറ്റി വരട്ടെ. പിന്നെ ഒരു കാര്യം കേട്ടോ, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബാണ് ഏറ്റവും പ്രധാനം. സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരാൾ പോലും കമൻറ്റ് പോലും ചെയ്യുന്നില്ല. എനിക്കറിയാൻ പാടില്ല എന്താണെന്നുള്ളത്. 1 വർഷം കൊണ്ട് നിങ്ങളെനിക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സിനെങ്കിലും ഉണ്ടാക്കി തരുമോ പ്ലീസ്? ഇത് നന്നായിട്ടൊന്ന് തിള വരട്ടെ. സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് സ്റ്റീൽ ഉരുളി ആയതുകൊണ്ട് കടിക്കും പിടിക്കും പെട്ടെന്ന്. അത് സൂക്ഷിച്ച് ചെയ്യണം. ഏകദേശം കൈയെടുക്കാതെ തന്നെ ഇളക്കണം കേട്ടോ. അതെ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നോക്കട്ടെ പാലിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇതിപ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കുന്നത്, അതൊന്ന് നന്നായിട്ട് വറ്റിക്കോട്ടെ. കുറച്ചുകൂടി പാലുണ്ട്. ഇത് വേറെ വല്ല കറക്കിയെടുക്കാമെന്ന് നോക്കട്ടെ, വറ്റി കഴിഞ്ഞിട്ട്. ഈ സമയത്തൊരു ഇത്തിരി നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിൻ്റെ കൂടെ. പിന്നീട് ഇനി തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും വറക്കുമ്പോൾ നമ്മൾ തേങ്ങ ഇടണം. പായസം കണ്ട് ഒന്നും ആയിട്ടില്ല, തിള വരുന്നതേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് മറ്റേ അടപ്പത്തില്ലേ കുറച്ച് അണ്ടിപ്പരിപ്പും ഇതെല്ലാം കൂടെ വറുത്തെടുക്കാം. ഞാൻ ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കാണുന്നില്ലേ ചീനച്ചട്ടി വെച്ചിരിക്കുന്നത്? കാണിച്ചു തരാവേ. എന്താ ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഒരു മൈക്ക് വാങ്ങി വെച്ചിട്ട് അത് വെച്ചിട്ട് സൗണ്ട് കിട്ടണില്ല, അതാണ് പ്രശ്നം. അപ്പം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കശുവണ്ടി നെയ്യ് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ആ നെയ്യും ചൂടാവട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങക്കൊത്ത് കൊടുക്കാം. നോക്കട്ടെ ചൂടായിട്ടുണ്ടോ? ചൂടായിട്ടില്ല. ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങക്കൊത്തിട്ട് തേങ്ങക്കൊത്ത് ഒരുവിധം കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കിസ്മിസ് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ല കിസ്മിസ്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പം നന്നായിട്ടൊന്ന് മുരിയട്ടെ. നല്ല ചുമന്ന കളർ വരണ്ട. ഇത് നമുക്ക് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാനായിട്ടുള്ളതാണ് എൻ്റെ കൂട്ടത്തിൽ കൂടെ. ഇത് നമുക്ക് അണ്ടിപ്പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പും കൂടി മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് പായസം വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതിട്ട് എടുക്കാം.
ഇഷ്ടം വന്നിട്ടുള്ളത് മതി. ഇനി കിടന്ന കരിഞ്ഞ് പോകും. കണ്ടോ, പരിപ്പ് പായസത്തിൻ്റെ ഫൈനൽ സ്റ്റേജായി. ഞാൻ ഇതിനകത്ത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണേ. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി തിളക്കാൻ പാടില്ല കേട്ടോ. ഇതൊന്നിങ്ങനെ ഒരു 2 സെക്കൻഡ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. തിള വരരുത്. തിള വന്നാൽ നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആവും, പിരിഞ്ഞു പോകും. എന്താ, പെട്ടെന്ന് നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഇരുന്നൊന്ന് കട്ടയാവും. അതെ, എല്ലാ സൈഡിൽ നിന്നും തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്റ്റാൻഡിൽ നിന്ന് അത് ഊരിയെടുത്തുകൊണ്ട് കഴുകി പിടിച്ച് വേണ്ടി വന്നു. പായസത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് കണ്ടോ, എല്ലാം ഇട്ട് കഴിഞ്ഞ് എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകും. കണ്ടോ, കുറുകും. അപ്പോഴേക്കും നല്ല കറക്റ്റായിട്ട് വരും. ഞാനിപ്പോൾ ചായ കുടിക്കട്ടെ എന്ന് വെച്ചാൽ മരുന്ന് കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു.